വയനാട് സന്ദർശിച്ചു പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയാ പൈസ നാളിതുവരെയായിട്ട് കേരളത്തിന് നൽകിയിട്ടില്ല. പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന കേരളം കടുത്ത നിരാശയിലേക്കാണ് എത്തിയത്. ചൂരൽമലയും മുണ്ടക്കയും ഉരുൾപൊട്ടലിന്റെ കുത്തൊലിച്ചു പോയപ്പോൾ വിറങ്ങലിച്ചു നിന്ന കേരളത്തിനൊപ്പം നിന്നവരാണ് ഈ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ. ഉത്തർപ്രദേശ് ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങൾ കെട്ടകാലത്ത് കേരളത്തിന് പിന്തുണയുമായിട്ട് വരികയും ചെയ്തതാണ്. എന്നിട്ടും മോദിയെയും കേന്ദ്ര സർക്കാരും അനങ്ങിയിട്ടില്ല. മോദി വയനാട്ടിൽ സന്ദർശനം നടത്തിപ്പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും 400 പേർ മരിച്ച ദുരന്തം കേന്ദ്ര സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാത്തത് എന്താണെന്ന ചോദ്യം ഇനിയും ബാക്കിയാണ്. കേരളത്തിന്റെ പ്രതിനിധിയായിട്ട് ഡൽഹിയിൽ ക്യാബിനറ്റ് റാങ്കിങ്ങിൽ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ട്. മുൻ കോൺഗ്രസ് നേതാവ് KV തോമസ്. എന്ത് ഗുണമാണ് ഈ KV തോമസിനെ കൊണ്ട് കേരളത്തിനുള്ളതെന്ന് ചോദിച്ചാൽ മറുപടിയില്ല. വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തിൽ നിന്നും 10 പൈസ പോലും സഹായം മേടിച്ചെടുക്കാൻ സാധിക്കാത്ത ഒരു പ്രതിനിധി എന്തിനാണ് കേരളത്തിനെന്ന ചോദ്യവും അന്തരീക്ഷത്തിൽ ഉയരുകയാണ്. കേന്ദ്ര സർക്കാരുമായും ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തി കേരളത്തിന്റെ താല്പര്യങ്ങൾ ദേശീയ തലത്തിൽ സംരക്ഷിക്കാൻ നിയോഗിച്ച പ്രത്യേക പ്രതിനിധിക്കായിട്ട് ഈ സംസ്ഥാന സർക്കാർ ഇതുവരെ ചെലവഴിച്ചത് 5,41,897 രൂപയാണ്. ഇതിനു പുറമെ ഇപ്പോൾ ഇതാ യാത്രാപത്തിയും ഉയർത്തി നൽകി സംസ്ഥാന സർക്കാർ KV തോമസിനെ വീണ്ടും അരിയിട്ട് വാഴിക്കുകയാണ്. പ്രതിവർഷ തുക 5 ലക്ഷത്തിൽ നിന്നും 11.31 ലക്ഷം രൂപയാക്കാൻ പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന് ശുപാർശ നൽകി. കഴിഞ്ഞ ദിവസം നടന്ന സബ്ജക്ട് കമ്മിറ്റി യോഗത്തിലായിരുന്നു KV തോമസിന്റെ യാത്രാബത്ത കൂട്ടണമെന്ന ആവശ്യം ഉയർന്നത്. നേരത്തെ KV തോമസിന് യാത്രാബത്തയായിട്ട് പ്രതിവർഷം 5 ലക്ഷം രൂപയായിരുന്നു തുക അനുവദിച്ചിരുന്നത്. എന്നാൽ യാത്രാ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്ന തുക 6.31 ലക്ഷമാണെന്നും അതുകൊണ്ട് തന്നെ യാത്രാബത്ത കൂട്ടണമെന്നുമായിരുന്നു ആവശ്യം. ഇത് പരിഗണിച്ചാണ് പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന് ശുപാർശ നൽകിയത്. ഇത്രയും പണവും ആനുകൂല്യങ്ങളും നൽകി ഡൽഹിയിൽ KV തോമസിനെ വാഴിക്കുന്നത് കൊണ്ട് 5 പൈസയുടെ ഗുണം സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. എന്നിട്ടും എന്തിനാ തോമസിനെ ഡൽഹിയിൽ സഹിക്കുന്നു എന്ന ചോദ്യവും വീണ്ടും ശക്തമാവുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തെ നിരന്തരം അവഗണിക്കുന്നു എന്നതാണ് LDFന്റെ വാദം. ഇതിനൊരു പരിഹാരമായിട്ടാണ് കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ മുൻ മന്ത്രി KV തോമസിനെ സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായിട്ട് നിയോഗിച്ചത്. KV തോമസിന് ഓണറേറിയമായിട്ടും മറ്റ് ഇനങ്ങളിലുമായിട്ട് നൽകിയ പ്രതിഫലം 19.38 ലക്ഷം രൂപയാണ്. KV തോമസിന്റെ ഓഫീസിലെ ജീവനക്കാർക്കുള്ള ശമ്പളവും മറ്റ് അലവൻസുകളുമായിട്ട് നേരത്തെ തന്നെ നൽകിയത് 29.75 ലക്ഷം രൂപയാണ്. KV തോമസിന്റെ വിമാനയാത്രയ്ക്കായിട്ട് 7,18,460 രൂപ ചെലവഴിച്ചപ്പോൾ ഇന്ധനത്തിന് വേണ്ടിയിട്ട് 95,206 രൂപയും നൽകി. വാഹന ഇൻഷുറൻസ് ഇനത്തിൽ 13,431 രൂപയും ഓഫീസ് ചെലവുകൾക്കായിട്ട് 1000 രൂപയും നൽകിയിട്ടുണ്ട്. 2023 ജനുവരി 19 സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായിട്ട് KV തോമസ് ക്യാബിനറ്റ് പദവിയോടെ ചുമതലയേറ്റത്. എന്നാൽ KV തോമസിനായി സർക്കാർ ഇത്ര പണം ചെലവഴിച്ചിട്ടും കേന്ദ്ര അവഗണന തുടരുന്നു എന്ന സംസ്ഥാന സർക്കാരിന്റെ വാദത്തെയാണ് പുറത്തുവന്ന കണക്കുകൾ ചോദ്യം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ നിരന്തരം അവഗണിക്കുന്നു എന്ന് പറയുന്ന CPM പിന്നെ എന്തിനാ KV തോമസിനെ ചുമക്കുന്നു എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്.